പ്രചാരണ തിരക്കിനിടയിൽ പടിയൂരിലെ മൈതാനിയിൽ വെച്ചാണ് മട്ടന്നൂരിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വി.കെ. സനോജിനെ കണ്ടത്. കളിക്കളത്തിൽ യുവാക്കളെ കണ്ടും പന്തുതട്ടിയും ആവേശത്തിലായിരുന്നു സ്ഥാനാർത്ഥി. ഒപ്പം പ്രശസ്ത ഫുട്ബോൾ താരവും സനോജിന്റെ ആത്മമിത്രവുമായ സി.കെ. വിനീതും ഉണ്ടായിരുന്നു. മൈതാനിയിൽ വെച്ച് വി.കെ. സനോജ് ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ചും മട്ടന്നൂർ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തെ സംബന്ധിച്ചും ഏജന്റ് പ്രതിനിധി അതുൽ ബ്ലാത്തൂരുമായി സംസാരിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും വലിയ സ്വാധീനമുള്ള വേരോട്ടമുള്ള ഒരു മണ്ണാണ് പഴശ്ശിയും തില്ലങ്കേരിയും മട്ടന്നൂർ എന്നൊക്കെ പറഞ്ഞാൽ സാമ്രാജ്യത്വ വിരുദ്ധ ജന്മിവിരുദ്ധ സമരങ്ങൾ നടന്ന വലിയ ഒരു പ്രദേശമാണ്. അപ്പോൾ അവിടുത്തെ ജനത എന്ന് പറഞ്ഞാൽ അവരെല്ലാ കാലത്തും കൃത്യമായി ഇടതുപക്ഷത്തോടൊപ്പം ഉറച്ചു നിന്ന ഒരു ജനതയാണ്. മാത്രമല്ല മട്ടന്നൂർ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10-15 വർഷമായി നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, അത്തരം കാര്യങ്ങൾക്കെല്ലാം വലിയ തുടർച്ച ഉണ്ടാവണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ മാത്രമല്ല ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന് പുറത്തുള്ള ആളുകൾ ഉൾപ്പെടെ ഇടതുപക്ഷം വന്നാലേ ഈ നാട്ടിൽ എന്തെങ്കിലും മാറ്റമുണ്ടാവും എന്ന് ആഗ്രഹിക്കുക എന്ന് വിശ്വസിക്കുന്നവരാണ്. പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും ചെയ്യും എന്ന് ജനങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, ജനങ്ങൾക്കറിയാം. ഏതെങ്കിലും കാര്യങ്ങൾ വാഗ്ദാനമായി മാത്രം നിലനിർത്തിയ അനുഭവമല്ല കഴിഞ്ഞ 10 വർഷമുള്ളത്. എന്താണോ പറഞ്ഞിട്ടുള്ളത് ആ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് നടപ്പാക്കി അതിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കി ജനങ്ങൾക്ക് മുമ്പിൽ കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ കൊടുത്തിട്ടാണ് വീണ്ടും ഞങ്ങൾ അധികാരത്തിൽ കൊണ്ടുവരണം എന്ന് ഇടതുപക്ഷം പറയുന്നത്. പൊതുവെയുള്ള നമ്മുടെ സ്വീകരണ കേന്ദ്രങ്ങളൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ ഇതിൻ്റെ ഒരു ഒന്നാം ഘട്ട പ്രചരണം തുടങ്ങിയതേ ഉള്ളൂ. നമ്മളിപ്പോൾ ലോക്കൽ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള തിരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ നടക്കുന്നു, കവലകളിൽ പോയി വോട്ട് അഭ്യർത്ഥിക്കുന്നു, സ്ഥാപനങ്ങളിൽ പോകുന്നു. ഇനി ജനങ്ങളെ ആകെ അണിനിരത്തിയിട്ടുള്ള റോഡ് ഷോയും അതുപോലെ തന്നെ മറ്റ് പ്രചരണ കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ പ്ലാൻ ചെയ്യുന്നേ ഉള്ളൂ. ഏതായാലും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇലക്ഷൻ പ്രഖ്യാപിച്ച അന്ന് മുതൽ വളരെ സജീവമായി ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ ഉണ്ട്. പക്ഷേ എതിർചേരി എന്ന് പറഞ്ഞാൽ അവർക്കിനിയും ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അവരുടെ അടി തീർന്നിട്ടില്ല. കുറേ ആളുകൾ BJP-യിലേക്ക് പോകുന്നു, കുറേ ആളുകൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് മുഴുകിയിരിക്കുന്നു എന്നൊക്കെയാണ് നമുക്ക് കാണാൻ വേണ്ടി. അപ്പോൾ അതൊക്കെ കോൺഗ്രസിൽ തന്നെ അവർക്ക് കാലങ്ങളായി വോട്ട് ചെയ്യുന്ന അണികൾക്കിടയിൽ വലിയ നിരാശയാണ് രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. അപ്പോൾ കോൺഗ്രസ് അണികളാകെ നിരാശപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അവരെല്ലാം ഇടതുപക്ഷത്തിന് അനുകൂലമായ ജനവിധി ഉണ്ടാക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പം ഇങ്ങനെയുള്ള അങ്ങേയറ്റത്തെ അധികാര മോഹമായി പോകുന്ന നേതൃത്വത്തെ കോൺഗ്രസിൻ്റെ അണികൾ തള്ളിക്കളയുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. അതിൻ്റെ വലിയ റിസൾട്ട് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. 10 വർഷത്തെ വികസനം തന്നെയായിരിക്കുമല്ലോ നമ്മുടെ. തീർച്ചയായിട്ടും 10 വർഷത്തെ വികസനം, കേരളം നേടിയ സാമൂഹിക പുരോഗതി, വർഗീയ കലാപങ്ങളില്ലാത്ത 10 വർഷം, ഇങ്ങനെ നിരവധി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ നിരവധി കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അമർത്യസെന്നെ പോലുള്ള ആളുകൾ കേരളത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ നോക്കൂ, ഫറൂഖ് അബ്ദുള്ള വന്നിട്ട് കേരളത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നോക്കൂ. അപ്പോൾ അതൊക്കെ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അപ്പോൾ കേരളം മെച്ചപ്പെട്ടു എന്ന് ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ മാത്രമല്ല പറയുന്നത്. അപ്പോൾ അതൊക്കെ കൃത്യമായ ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ്. ശശി തരൂർ പോലുള്ള ആളുകൾ ഉൾപ്പെടെ പറയുന്നു കേരളം സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിൻ്റെ കാര്യത്തിൽ ലോകത്തിന് മാതൃകയാണെന്ന് പറയുകയല്ലേ. എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് മുമ്പിലുണ്ട്, ജനങ്ങളത് വിലയിരുത്തും.